ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വായനയായാലോ? പല വിചാരങ്ങളും തീക്ഷ്ണതക്കുറവും തോന്നുന്ന ദിനങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നേക്കാം. അപ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത്? ദുഃഖത്തിലേക്ക് പോകാതെ ആത്മീയ ജീവിതം എനിക്ക് അസാധ്യമാണ് എന്ന് ചിന്തിക്കാതെ വിനീതമായ ബാഹ്യ ആരാധനകളിലേക്ക് നീ കടന്നു ചെല്ലുക. ഭക്ത്യാഭ്യാസങ്ങൾ, സാധാരണ പ്രാർത്ഥനകൾ, സൽപ്രവൃത്തികൾ എന്നിവ നീ തുടരുക. നിനക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ അവസരത്തിൽ ചെയ്യാനായി ശ്രമിക്കുക. തോട്ടം പിടിപ്പിക്കുക, മുറി വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉദാഹരണമായിട്ട് എടുക്കാം. സ്വർഗത്തിൽ മാത്രമേ നമുക്ക് സ്ഥിരമായ ആത്മീയ ആനന്ദത്തിൽ വസിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള തീക്ഷ്ണതക്കുറവുകളെ ഓർത്ത് നാം നിരാശയിലേക്കോ ദുഃഖത്തിലേക്കോ പോകേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തു അനുവദിച്ച സഹനം ക്ഷമയോടെ വഹിച്ച് അവിടുത്തെ പ്രതി അവ സ്വീകരിക്കാൻ ഒരുങ്ങുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആന്തരികമായ ഏകാഗ്രത വഴി അങ്ങു തന്നെ അങ്ങിലേക്ക് എന്നെ അടുപ്പിക്കണമേ. ആമേൻ. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.